महिलाओं को मिलती है, महिलाओं को विधानसभा और संसद में भागीदारी मिले, इसके लिए हमने नारी शक्ति बंधन अधिनियम पास भी किया है। സുഹൃത്തുക്കളെ, ബിജെപി എപ്പോഴും മഹിളകളാൽ നയിക്കപ്പെടുന്ന വികസനം എന്ന സങ്കല്പത്തിന് മുൻതൂക്കം കൊടുക്കുന്നു. അത് സാമ്പത്തിക സമത്വത്തിന്റെ കാര്യത്തിലായാലും ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിലായാലും ഗൃഹനിർമ്മാണത്തിന്റെ കാര്യത്തിലായാലും ശരി. ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം മഹിളകൾക്കാണ് കിട്ടുന്നത്. മഹിളകൾക്ക് നിയമസഭകളിലും പാർലമെന്റിലും അധിക പ്രാതിനിധ്യം കിട്ടാൻ വേണ്ടി, അത് ഉറപ്പുവരുത്താൻ വേണ്ടി മഹിളകൾക്ക് നിയമസഭയിലും പാർലമെന്റിലും നാം കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ നാരി ശക്തി അധിനിയമം പാസാക്കിയിരിക്കുകയാണ്. एनडीए ने अपने संकल्प की वजह से एक साधारण परिवार की बेटी को देश के सर्वोच्च पद तक पहुंचाया है। दूसरी ओर कांग्रेस पालक्काड़ में ही आपने देखा है, इनके नेता ही महिलाओं की सुरक्षा के लिए खतरा बन गए हैं। कल ही कांग्रेस को अपने एक और नेता को महिला शोषण के गंभीर आरोप के बाद मजबूरी में पार्टी से निकालना पड़ा है। यही इन पार्टियों की सच्चाई है, जिससे केरलम की महिलाओं को सावधान रहना है। എൻഡിഎയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായി നാം ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയെ രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതമായ പദവിയിലെത്തിച്ചു. അപ്പുറത്ത് കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കൂ. പാലക്കാട്ടുകാർക്ക് അറിയാം, ഇവിടെ തന്നെ നോക്കിയാൽ മതി. ഇവരുടെ നേതാവ് മഹിളാ സുരക്ഷയ്ക്ക് ഭീഷണിയായത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കൂടാതെ ഇന്നലെ മറ്റൊരു കോൺഗ്രസ് നേതാവ് മഹിളകളെ ഉപദ്രവിച്ചതിന്റെ പേരിൽ അവരുടെ പാർട്ടിക്ക് ഗതികേട് കൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇതൊക്കെ ഈ പാർട്ടികളുടെ യഥാർത്ഥ അവസ്ഥയാണ്. എനിക്ക് കേരളത്തിലെ സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങൾ ഇവരെ സൂക്ഷിക്കണമെന്നാണ്. यहाँ एक छोटी बच्ची बहुत बढ़िया कमल का निशान और मुझे भी पेंट कर दिया है। बेटी तुमने बनाया है? अच्छा, शाबाश। मेरे एसपीजी के लोगों को दे दो, अगर तुम्हारा एड्रेस होगा तो मैं तुम्हें चिट्ठी लिखूंगा। അതിന്റെ പിറകിൽ താങ്കളുടെ അഡ്രസ് എഴുതൂ. അഡ്രസ് എഴുതിയാൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി താങ്കൾക്ക് കത്തയക്കും. അഡ്രസ് എഴുതിയിട്ട് കൊടുക്കൂ. थैंक यू बेटा।